എൻ വിജയന്റെ കുടുംബം വളരെ രൂക്ഷമായ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ്, KPCCക്ക് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രതികരണമാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. NM വിജയന്റെ കുടുംബം അത് അവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റിയും KPCCയും അതിനാവശ്യമായ കുടുംബത്തിനാവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയും. എനിക്ക് അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ? സാധിക്കുമോ? ഒരു കൺസിഡറേഷനും കോൺഗ്രസ് പാർട്ടിക്കില്ലല്ലോ, അങ്ങനെ ഒരു കരാറേ ഇല്ല. അവരാവശ്യപ്പെടുന്ന മുഴുവൻ കാര്യം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനുള്ള പൈസ ഇല്ല. മര്യാദയ്ക്ക് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം മുഴുവൻ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് എൻ്റെ അച്ഛനും ഇളയച്ചനും ആദ്യം മരിച്ചു, ഇപ്പം അച്ഛന് തീരെ വയ്യാണ്ടായി, എൻ്റെ ഇടയിൽ കൂടെ ഇപ്പം എൻ്റെ അമ്മയും. ഇവർ ഇങ്ങനെ ആയി. ഇപ്പം ഞങ്ങളിനി എന്ത് ചെയ്യും? എനിക്കിനി അനിയനും അനിയത്തിയും ഉള്ളത്, ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർ പറയട്ടെ. അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു എന്നോട്, ഭയങ്കര ഇവർ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഭയങ്കര മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് എല്ലാം പാർട്ടി തന്നു തീർത്തു. ഇപ്പം ബത്തേരിയുള്ള ആൾക്കാർ, അച്ഛൻ കൊടുക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് DCC നിങ്ങളെല്ലാ പ്രശ്നങ്ങളും ചെയ്ത് തീർത്തല്ലോ, പിന്നെ നിനക്ക് എന്താ പൈസ തന്നാലെന്ന് എന്നോട് ചോദിച്ചു. ഇന്ന് ചോദിച്ച സമയത്ത് ഞാൻ അവരടുത്ത് പറഞ്ഞത്, പബ്ലിക്കിൻ്റെ മുന്നിൽ DCC പറയട്ടെ, വിജയൻ്റെ എല്ലാ ബാധ്യതകളും ഞങ്ങൾ തീർത്തു എന്ന് പബ്ലിക്കിന് മുന്നിൽ നിങ്ങളുടെ DCC പറയട്ടെ. കരാറുണ്ടാക്കിയില്ല എന്ന് സിദ്ദീഖ് MLAക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് എന്താണ്, KPCC ഫണ്ട് ഇല്ലാന്നായിരുന്നു ഇത്രയും കാലം പറഞ്ഞത്. ഇപ്പം പറയുന്നു എല്ലാ ഫണ്ടും ഞങ്ങൾക്ക് തന്നു തീർത്തു. എന്തിനാ അവർ കള്ളം പറയുന്നേ? അന്നേ അവർക്ക് പറഞ്ഞുകൂടായിരുന്നോ? കോപ്പി എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചായിരുന്നു ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലോ, സിദ്ദീഖ് MLA ആണ് ഇത് പറയുന്നത്, നിങ്ങളുടെ കയ്യിലോ ഞങ്ങളുടെ കയ്യിലോ ഇതിൻ്റെ ഒരു കോപ്പിയോ ഒരു ഫോട്ടോ പോലും വേണ്ട, ഇത് വക്കീലിൻ്റെ അടുത്ത് സുരക്ഷിതമായി നിൽക്കട്ടെ, അല്ലേ വക്കീലേന്ന് ചോദിച്ചു. വക്കീലാ ശരിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഫോട്ടോ പോലും വന്ന് എടുക്കാണ്ടിരുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന ആ പ്രശ്നമായതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ എഗ്രിമെൻ്റ് എഴുതുന്നത്. കുറച്ച് വ്യക്തികൾ ചേർന്ന് ഒരു പാർട്ടിയെ നശിപ്പിച്ചു, ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി ഈ പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കില്ല. കൊലയാളി കോൺഗ്രസെ, നിനക്കൊരു ഇര കൂടി. വയനാട്ടിൽ കോൺഗ്രസിൻ്റെ വഞ്ചനയിൽ ആത്മഹത്യ ചെയ്ത NM വിജയൻ്റെ മരുമകൾ ആത്മഹത്യാശ്രമത്തിനിടെ എഴുതിയ കുറിപ്പിലെ വരികളാണിത്. ഒരായുസ് മുഴുവൻ കോൺഗ്രസിനായി ജീവിതമൊഴിഞ്ഞുവെച്ച നിരവധി പേരാണ് ആ പാർട്ടിയുടെ നേതാക്കളുടെ ചോര മരവിക്കുന്ന വഞ്ചനയ്ക്കിരയായി ജീവനൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. PV ജോൺ, രാജേന്ദ്രൻ നായർ, NM വിജയൻ, ജിജേഷ്, ഒടുവിൽ ജോസ് നെല്ലേടം. ഈ 5 പേർ വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൻ്റെയും തട്ടിപ്പിൻ്റെയും ഇരകളാണ്. സ്വന്തം പ്രവർത്തകരുടെ ജീവനെടുക്കുന്ന പാർട്ടിയായും സ്ത്രീവേട്ടക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായും കോൺഗ്രസ് മാറിയതെങ്ങനെയാണ്? കോൺഗ്രസ് നേതാക്കളുടെ ചതിക്കിരയായും NM വിജയനും മകനും ആത്മഹത്യ ചെയ്തതല്ല, കോൺഗ്രസ് നേതൃത്വം കൊന്നതാണ്. മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതല്ല, കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കോൺഗ്രസ്. പ്രിയങ്കയുടെ മണ്ഡലത്തിൽ നരവേട്ട തുടരുകയാണ് കോൺഗ്രസ്. പ്രതിപക്ഷത്തിരുന്നിട്ടും അഴിമതിയും കൊലപാതകവും നടത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മാന്യതകളെ ഇന്ന് പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കണമോ എന്ന് ഓരോ യഥാർത്ഥ കോൺഗ്രസ്സുകാരനും ചോദിച്ചു പോകുന്ന സന്ദർഭം. രക്ഷിച്ചെടുക്കാൻ വിദൂര സാധ്യത പോലുമില്ലാത്ത കൊലയാളി കോൺഗ്രസ് എന്ന പേര് മായ്ച്ചു കളയാനാകാത്ത വിധം ചെളിക്കയത്തിലേക്ക് വീണുപോയിരിക്കുന്നു കോൺഗ്രസ് എന്ന പാർട്ടി. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് SK സജീഷ്, കോൺഗ്രസ് സഹയാത്രികൻ B റജി, രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലൂക്കോസ് എന്നിവരാണ്. സ്വാഗതം 3 പേർക്കും. ശ്രീ റജി, താങ്കൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ തുടക്കത്തിൽ സംപ്രേഷണം ചെയ്ത 4 പേരുടെ വാചകങ്ങൾ കേട്ടതാണ്. സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സതീശൻ ചോദിക്കുന്ന ചോദ്യമാണ് കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞത്. NM വിജയൻ്റെ കുടുംബത്തെ സഹായിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. ഏത് NM വിജയൻ എന്നാണ് സതീശൻ ചോദിച്ചത്. സണ്ണി ജോസഫ് പറഞ്ഞത് പാർട്ടിക്ക് സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം ഇന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പത്മജ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്തൊക്കെയാണ് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മലയാളത്തിൽ ചതി എന്നൊരു വാക്കുണ്ട്. ചതി എന്ന വാക്കിനും അപ്പുറത്തേക്ക് വലിയ പദങ്ങൾ ഇനിയും കണ്ട് പിടിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ റജി, എന്താണ് കോൺഗ്രസ് ഇങ്ങനെയാകുന്നത്? നോക്കൂ, കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ എത്രയോ തരത്തിലുള്ള നിങ്ങളുടെ ഭാഷയിൽ വർഗ ബഹുജന സംഘങ്ങളും വിവിധ സ്വഭാവ സവിശേഷതകളുള്ള ജനസഞ്ചയമാണ് ഈ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം. അതിൽ
അങ്ങേയറ്റത്തെ ധാർമ്മികതയോടും രാഷ്ട്രീയ മര്യാദയോടും നീതിയോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും കൂടിയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലി. അക്കൂട്ടത്തിൽ അങ്ങനെ വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഉടലെടുക്കാം. അതിനെയൊക്കെ സുസജ്ജമായി നേരിടുവാനുള്ള രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ ധീരതയും അതിൻ്റെ കർമ്മശേഷിയും ഒക്കെ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതിനെ ഒരു കൊലയാളി പാർട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ഒരു വിമർശനത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു പക്ഷേ പ്രയോഗിക്കാമെങ്കിലും ഇന്ത്യയുടെ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിനെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രൂപപ്പെടുത്തി ജനാധിപത്യം എന്ന മഹത്തായ രാഷ്ട്ര ഭരണ രീതി നമുക്ക് നൽകിയത്, സംഭാവന നൽകിയത് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്നങ്ങ് മറക്കരുത്. ഇവിടെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടാവാം. അതിനെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പല രീതിയിൽ അതിനെ പരിഹരിക്കുവാനുള്ള നടപടികൾ പല ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ, വയനാട്ടിലെ വിഷയത്തിൽ തന്നെ കോൺഗ്രസ് അതിൻ്റെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. അപ്പോൾ അന്വേഷണത്തിന് ശേഷമായിരിക്കാം അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്തിമമായിട്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക. ആത്മഹത്യ അത് നടത്തുന്ന അന്വേഷണമല്ല പ്രശ്നം. NM വിജയൻ എന്ന് പറയുന്ന വന്ധ്യവയോധികൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിന് 2,60,00,000 രൂപ കടമായി. എങ്ങനെ കടമായി? 45 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ NM വിജയൻ്റെ കുടുംബ സ്വത്ത് പണയം വെച്ചു. ആ പട്ടയം പണയം വെച്ചത് കോൺഗ്രസ് നേതാക്കൾ, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ കൈയഴിഞ്ഞപ്പോൾ 2,60,00,000 രൂപയുടെ കടവുമായി സ്വന്തം വീട് നഷ്ടപ്പെട്ട് മകനെ കൊലപ്പെടുത്തി NM വിജയൻ ആത്മഹത്യ ചെയ്തു. അതാണോ താങ്കൾ പറഞ്ഞ ധാർമ്മികത എന്ന് പറയുന്നത്? അതാണോ പാർട്ടി പരിശോധിച്ചതിന് ശേഷം ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്ന് പറയുന്നത്? ഇന്ന് പത്മജ എന്ന് പറയുന്ന മരുമകൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണോ താങ്കളുടെ പാർട്ടിയുടെ ധാർമ്മികത? ഒരുപക്ഷെ താങ്കളുടെ തുടക്കത്തിൽ തന്നെ വാക്കുകൾ വലിയ ധാർമ്മികതയുള്ള പ്രസ്ഥാനമാണ് എന്ന് താങ്കൾ പറഞ്ഞു. നമ്മൾ കേട്ടതാണ് VD സതീശൻ്റെ ആരാണ് NM വിജയൻ എന്ന് ചോദിച്ചത്. താങ്കൾക്കും സ്വാഭാവികമായി ഇങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ഇതാണോ കോൺഗ്രസിൻ്റെ ധാർമ്മികത? ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ധാർമ്മികത? ഒരു മനുഷ്യായുസ് മുഴുവൻ കോൺഗ്രസിനൊപ്പം നിന്നവരെ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും തള്ളിവിടുന്നതാണോ താങ്കളുടെ പാർട്ടിയുടെ ധാർമ്മികത? ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു പ്രതിഫലനത്തിൻ്റെ ഭാഗമായി ആത്മഹത്യയെ ആശ്രയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ സമൂഹത്തിനോ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആരായാലും ശരി തന്നെ, ഏത് വിഭാഗത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ആയാലും ശരി തന്നെ. പക്ഷേ ഇവിടെ പ്രാദേശികമായ ഒരു സംഗതി രൂപപ്പെടുമ്പോൾ അത് സംബന്ധിച്ച് അതിൻ്റെ പ്രാദേശിക നേതൃത്വം അത് പരിഹരിക്കുവാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ സ്വീകരിക്കുമ്പോൾ ഈ പറഞ്ഞ പത്മജ ആ ഒരു ആത്മഹത്യയിലേക്കുള്ള ഒരു ശ്രമത്തിലും തുനിയരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതൊരു മനഃശാസ്ത്രജ്ഞന്റെ ആ ഒരു വ്യക്തതയോടുകൂടി താങ്കൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ശ്രീ സജീഷ്, ഇവിടെ ഈ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചതിക്ക് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. കോൺഗ്രസ്സുകാർ സംരക്ഷിച്ചില്ലെങ്കിൽ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മൾ കണ്ടതാണ്. ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം, ഈ വലിയ വിഷയങ്ങളുണ്ടായി, 2,60,00,000 രൂപയുടെ ബാധ്യത ഉണ്ടായി. അതിനുശേഷം കോൺഗ്രസ്സുകാർ ഇടപെട്ടു എന്ന് പറയുന്നു. T സിദ്ദിഖുമായി ചേർന്ന ഒരു കരാർ ഒപ്പിട്ട്, അവിടെയാണ് ഏറ്റവും ചതി എന്ന് പറയുന്നത്. T സിദ്ദിഖുമായി ഉണ്ടാക്കിയ ഒരു കരാർ, ജൂൺ 30-നകം എല്ലാ ഇടപാടുകളും തീർത്തു കൊടുക്കാം. ജൂലൈ 30 കഴിഞ്ഞു, ഓഗസ്റ്റ് 30 കഴിഞ്ഞു. ആ കരാർ എഴുതിയതിൻ്റെ പിറ്റേന്ന് സിദ്ദിഖിൻ്റെ PA വന്ന് അഭിഭാഷകൻ്റെ നിന്ന് കരാർ മേടിച്ചുകൊണ്ട് പോവുകയാണ്. ചതി എന്ന് മാത്രമല്ല, ഒരു ചതിയിൽ തുടങ്ങി 2 പേരുടെ ജീവൻ എടുക്കുന്നു. അതിനുശേഷം ആ കുടുംബത്തിന് ചില ഉറപ്പുകൾ നൽകുന്നു. അതിനിടെ തന്നെ എന്തൊക്കെ അപമാനങ്ങൾ K. സുധാകരൻ അടക്കമുള്ളവർ നടത്തിയത്, VD സതീശൻ അടക്കമുള്ളവർ നടത്തിയത്. ഒരു കുടുംബത്തെ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു കോൺഗ്രസ് കുടുംബമില്ല. വീണ്ടും ചതിയിൽ നിന്ന് കൂടുതൽ ചതിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കരാറാണ് ഏറ്റവും അവസാനത്തെ വിഷയം. ആ കരാർ കൂടി എടുത്തു കളഞ്ഞിരിക്കുന്നു സിദ്ദിഖ്. തീർച്ചയായും ഇത് ഏവരെയും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവവികാസങ്ങളാണ് ഇതിൽ നടന്ന ചതിയെല്ലാം തന്നെ. ഒന്ന്, ഇവിടെ ഈ ചതിയുടെ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ ഈ പേര് പോലും മറന്നുപോയിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോട് ചോദിക്കുകയാണ്,
എൻ എം വിജയൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്തായി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ എവിടുത്തെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എവിടുത്തെ? കേരളത്തിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾക്കാർക്കെങ്കിലും എവിടുത്തെ എൻ എം വിജയൻ എന്ന ചിന്ത മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? മലയാളികളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇത്രയേറെ തറച്ചുപോയത്? പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് മറന്നുപോയത്? ആ മനുഷ്യൻ സ്വന്തം മകന് വിഷം കൊടുത്ത് മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന മകന് താനില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഇത് മനസാക്ഷിയുള്ളവർക്ക് മറക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണോ? മനസാക്ഷിയില്ല കോൺഗ്രസ്സിന്, അതാ പ്രശ്നം. മനസാക്ഷിയില്ലാത്ത ഈ കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ടി സിദ്ദിഖായാലും ശരി, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ശ്രീ ഷണ്ണി ജോസഫ് ആയാലും ശരി, അവരെല്ലാം മനസാക്ഷിയില്ലാതെ പെരുമാറും. നമുക്ക് മലയാളികൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ വേണ്ടി പറ്റുന്നതാണോ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു മനുഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഇടപെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നല്ല നിശ്ചയദാർഢ്യമൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോഴാണല്ലോ അദ്ദേഹം ഈ വഴിയിലേക്ക് പോയത്. ഇവിടെ ആ ചതി ഇവിടെ ചെയ്തിരിക്കുന്നു, അത് ടി സിദ്ദിഖ് ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട പത്മജ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം ഇത്രയും അനുഭവം അവരുടെ മുന്നിലേക്കുണ്ട്. ശ്രീ എൻ എം വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അവർ നന്നായി വായിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ചതിച്ചത്, എങ്ങനെയും ചതിക്കും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇപ്പോഴത്തെ DCC പ്രസിഡൻറ്റും അവിടുത്തെ MLAയും എല്ലാം എങ്ങനെയാണ് എന്നും അവർ ചതിക്കുമെന്നെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ വിശ്വസിച്ചു പോയി ഈ കോൺഗ്രസ്സിനെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ആ എഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ എന്തൊരു കൗശലമാണ്! നിങ്ങളുടെ കയ്യിലും വേണ്ട, ഞങ്ങളുടെ കയ്യിലും വേണ്ട, വക്കീലിൻ്റെ കയ്യിൽ കിടക്കട്ടെ, എന്നിട്ട് പിറ്റേ ദിവസം വക്കീലിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് കളയുക. ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? എന്നിട്ട് ഇവിടെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ സുഹൃത്ത് റജി വന്നിട്ട് പറയുകയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇതിൽ ആത്മഹത്യ മാത്രമല്ല, ഒരു കൊലപാതകമാണ്. ജിജേഷിൻ്റെ മരണം യഥാർത്ഥത്തിൽ കൊലപാതകമാണല്ലോ. ആ കുട്ടി ആഗ്രഹിച്ചിട്ടല്ലല്ലോ ആ കുട്ടി മരണപ്പെടുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യല്ലോ. പിന്നെ ആത്മഹത്യയുടെ ഒരു പരമ്പരയുണ്ടല്ലോ. നിങ്ങളുടെ പാർട്ടി ഓഫീസിലല്ലേ ശ്രീ PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് കെട്ടിത്തൂങ്ങി മരിച്ചത്? പാർട്ടി ഓഫീസിനകത്ത്. അത് ഈ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായും നിങ്ങളുടെ സാമ്പത്തികമായും മാനസികമായും തകർക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലടം എന്ന് പറയുന്ന മനുഷ്യൻ, കോൺഗ്രസിൻ്റെ നേതാവ്, വാർഡ് മെമ്പർ, മണ്ഡലം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതും അവിടെയും ആത്മഹത്യാക്കുറിപ്പിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരെഴുതി വച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാദേശിക പ്രശ്നമെന്ന് പറയുകയാണ്. ഈ മരിച്ചവരും ആത്മഹത്യ ചെയ്യപ്പെട്ടവരും അതിന് കാരണമായിട്ടുള്ളവരുമൊക്കെ KPCCയുടെ സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും DCCയുടെ പ്രസിഡന്റുമാരും ഒക്കെയായി പ്രവർത്തിച്ച ആളുകളാണ്. KPCC എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നല്ലേ? അത് വയനാട് ഏതെങ്കിലും ഒരു പ്രാദേശികമായ കേന്ദ്രത്തെക്കുറിച്ച് പറയുന്നതാണോ? അല്ലല്ലോ. എന്നിട്ട് അതിനെ വളരെ ലഘൂകരിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5 പേരാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് കോൺഗ്രസ്സുകാരായി എന്നതുകൊണ്ട് മാത്രം. അവരുടെ കുടുംബത്തിനാണ് വലിയ നഷ്ടമുണ്ടായിട്ടുള്ളത്. 10 വർഷം എന്ന് പറയുമ്പോൾ അധികാരം നഷ്ടപ്പെട്ട 10 വർഷം. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ എന്തും ചെയ്യും എന്നായി മാറിയ കോൺഗ്രസ് ക്രിമിനൽ സംഘം, ആ സംഘമാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത്. അതിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറാകണം. ഓരോ വിഷയം വരുമ്പോഴും തൽക്കാലം ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുക എന്നതാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ശ്രീ എൻ എം വിജയൻ്റെ മരുമകൾക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് ശ്രമത്തിൻ്റെ മുമ്പ് എഴുതി വെച്ച ആ വാചകമുണ്ടല്ലോ, കൊലയാളി കോൺഗ്രസെ നിനക്കിതാ ഒരു ഇര കൂടി എന്നാണ് എഴുതി വെച്ചത്. അവർ മരണപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു പറയുക? ഇതിലപ്പുറം ഒരാൾക്ക് ജീവിതം നഷ്ടപ്പെടുമ്പോൾ, സ്വന്തം ജീവിതം ത്യജിച്ച് കളയുമ്പോൾ ഇതിലപ്പുറം എന്താണ് കോൺഗ്രസ്സെ എഴുതി വെക്കാനുള്ളത്? അതുകൂടി പറയണ്ടേ? ഇവിടെ കോൺഗ്രസിൻ്റെ ദേശീയ പാരമ്പര്യത്തെ വെച്ച് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് സുഹൃത്തെ. ദേശീയ പാരമ്പര്യത്തിൽ തൊട്ട് തുടങ്ങുന്നുണ്ട് ഈ പ്രവണത. ഇനി കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം പറയാം. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ ആൾ ആരാണെന്ന് ശ്രീ റജിക്ക് അറിയാമായിരിക്കുമല്ലോ. അത് മൊയാരത്ത് ശങ്കരനാണ്. ആ മൊയാരത്ത് ശങ്കരനെ അടിച്ചു കൊന്നുകൊണ്ട് ആരംഭിക്കുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേശീയ ചരിത്രവും കേരളത്തിലെ ചരിത്രവും പറഞ്ഞുകൊണ്ട് ഇതിനെയെല്ലാം മായ്ച്ചു കളയാമെന്ന് നിങ്ങൾ കരുതരുത്. അത് മാത്രമേ പറയാനുള്ളൂ. വഞ്ചനയുടെ പേരായി കോൺഗ്രസ് മാറുന്നു. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു വർഗം, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു വർഗം, അതായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിൽ നിങ്ങളുടെ നേതാക്കന്മാർക്ക് രക്ഷയില്ലാതായി മാറിയിരിക്കുന്നു.
വിശ്വസിക്കാൻ കഴിയാതായി മാറിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ നിങ്ങളുടെ അണികൾ ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുക? ഇങ്ങനെ ചതിക്കുന്ന പ്രസ്ഥാനത്തെ എങ്ങനെയാണ് അണികൾ വിശ്വസിക്കുക? നേതാക്കന്മാർ ചതിയിൽപ്പെട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അണികൾ ഈ കോൺഗ്രസിനെ വിശ്വസിക്കുക? എങ്ങനെയാണ് അനുഭാവികൾ വിശ്വസിക്കുക? എങ്ങനെയാണ് കോൺഗ്രസിനെ ഈ നാട് വിശ്വസിക്കുക? അതിനല്ലേ മറുപടി പറയേണ്ടത്. ശ്രീ സജീഷ്, റജി ലൂക്കോസ്, താങ്കൾ ഈ ചർച്ചയിൽ ചേരുന്നതിന് മുമ്പ് ഈ സതീശൻ ഇന്ന് നടത്തിയ ചില പ്രസ്താവനകൾ താങ്കൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകണം. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഏത് NM വിജയൻ എന്നാണ് സതീശൻ ചോദിച്ചത്. കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് സണ്ണി ജോസഫ്, പുതിയ KPCC അധ്യക്ഷൻ, പറയുകയും ചെയ്തത്. പണ്ട് കെ സുധാകരൻ മാധ്യമങ്ങളോട് ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ, അതായത് ഈ NM വിജയൻ മരിച്ചത്, NM വിജയൻ്റെ മകൻ മരിച്ചത്, ഇന്ന് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത്, PV ജോൺ മരിച്ചത്, രാജേന്ദ്രൻ നായർ മരിച്ചത്, ആത്മഹത്യ ചെയ്തത്, എല്ലാം ഒരു വിഷയമല്ല. ഇപ്പോൾ റജി പറഞ്ഞതുപോലെ തന്നെ പ്രാദേശികമായ ചില വിഷയങ്ങളാണ്. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ധാർമ്മികതയുമായി കൂട്ടി ഇണക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് വലിയ തരത്തിലുള്ളൊരു ചതി. അതിനെ തുടർന്ന് അന്വേഷണം വരുന്നു, സംസ്ഥാന പോലീസിനെ നേരത്തെ അന്വേഷണം നടക്കുന്നു, കോൺഗ്രസിൻ്റെ അന്വേഷണം നടക്കുന്നു എന്ന് അവർ പറയുന്നു. ഏറ്റവും ഒടുവിലായി ജൂൺ 30 ഇവരുടെ പണം കൊടുക്കാം, 2,60,000 രൂപ, 2,60,000 രൂപയുടെ ഇടപാട് തീർക്കാം എന്ന എഗ്രിമെൻ്റ് എഴുതി വെക്കുന്നു. ആ എഗ്രിമെൻ്റ് വരെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞതിന് ശേഷമാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് സതീശനും സണ്ണി ജോസഫും ഒക്കെ ചോദിക്കുന്നത്. ഈ കുടുംബത്തെ ഇവർ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? ഷിജു, ഇതിനകത്ത് നമുക്ക് ആദ്യം പറയാനുള്ളത്, എനിക്കിതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഭയാനകമായ ഒരു കൂട്ടമായി കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചിട്ട് എത്ര നാളായി? എന്താണ് ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് കേരളത്തിൽ നമ്മൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൊള്ളരുതായ്മകളും ഈ ക്രിമിനൽ മാനസികാവസ്ഥയുള്ളൊരു പെൺവേട്ടക്കാരുടെ സംഘമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളീയ പൊതുസമൂഹത്തിനും ഭീതിജനകമായ വാർത്തകളല്ലേ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ NM വിജയൻ്റെ മരണത്തിലേക്കെന്ന് വന്നാൽ കണ്ണീരൊഴുക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ രാഷ്ട്രീയത്തിന് അതീതമായിട്ട്? അത് എന്തിനാണ് മരിച്ചത്? 2,60,00,000 രൂപ അദ്ദേഹം കടമായി. എങ്ങനെ ആയത്? 6ഓളം സഹകരണ ബാങ്കുകളിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ MLA ഉൾപ്പെടെ ND അപ്പച്ചൻ എന്ന് പറഞ്ഞ DCC പ്രസിഡന്റ് ഉൾപ്പെടെ പേര് എഴുതി വെച്ച് ആ പൈസ 1 രൂപ പോലും കൊടുക്കാതെ ഉണ്ട്. അതിലും ക്രൂരത ഇവർ ചെയ്തത് എന്താ? ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ കേവലം 200 രൂപയ്ക്ക് ബത്തേരിയിലെ സഹകരണ സംഘത്തിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം അവസാനം യാചിച്ചു, എൻ്റെ മകനേൽ ഒരു ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, പല വിവിധ രീതിയിലുള്ള മനുഷ്യരോട് കോടികൾ ആ മനുഷ്യൻ ഇവരുടെ വാക്ക് വിശ്വസിച്ച് കളക്ട് ചെയ്ത് പോക്കറ്റിലിട്ടിട്ട് അങ്ങനെ ചതിച്ചത് കൂടാതെ കൊണ്ട് ഈ കൊച്ചിനെ, ഈ പയ്യനെയും പറഞ്ഞു വിട്ടു. ആ പയ്യനെ, ആ ചെറുപ്പക്കാരനെ ഭൂമിക്ക് ഈ നരാധമന്മാർക്ക് വിട്ടുകൊടുക്കാതെ ആ നിരാശനായ മനുഷ്യൻ, വന്ധ്യവയോധികൻ, 52 വർഷക്കാലം ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യജിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ആ മകനെയും കൂട്ടിക്കൊണ്ട്. ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ചുരുക്കി പറയാം. ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് അദ്ദേഹത്തിൻ്റെ മരുമകള്, ഇന്ന് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചു. കൂടാതെ കൊണ്ട് വയനാട്ടിൽ ആത്മഹത്യയുടെ ഒരു പരമ്പരയാണ് ഈ പാർട്ടിക്കാരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ ചെയ്ത ക്രൂരതയുടെ വേറൊരു പര്യായമല്ലേ ഇന്ന് 3 പേരുടെ വായിന്ന് വന്നത്? പത്മജ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാതെ കണ്ട് മാന്യനെന്ന് കരുതിയ, മനുഷ്യസ്നേഹി എന്ന് നമ്മളൊക്കെ കരുതിയ കണ്ണൂരിൽ നിന്ന് വരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ക്രൂരമുഖമാണ്. അതെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് യാതൊരു ബാധ്യമില്ല, ഒരു എഗ്രിമെന്റും ഇല്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്തു നിഷ്കരുണ മനുഷ്യനെ തള്ളിക്കളഞ്ഞിട്ട് IC ബാലകൃഷ്ണന്റെ പേര് ഞാൻ ഉച്ചരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതുകൊണ്ടാണ്. എന്നിട്ട് ഈ IC ബാലകൃഷ്ണൻ ലജ്ജയില്ലാതെ കൊണ്ട് 1.5 മാസം ഒളിച്ചോടിയിട്ട് ഇപ്പൊ പതിയെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സണ്ണി ജോസഫിനേക്കാൾ ക്രൂരമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സജീഷ് പറഞ്ഞ പോലെ. ഏത് വിജയൻ, എവിടുത്തെ വിജയൻ, എങ്ങനത്തെ വിജയൻ? പണ്ട് കരുണാകരൻ പറഞ്ഞ പോലെയാ. അവസാനം പറയുന്നു വയനാട്ടിലെ വിജയൻ, അത് അവിടെ തീർക്കേണ്ട വിഷയം എന്ന് പറയുന്നു. പക്ഷേ അതിലും ഭയാനകമായ ഒരു വാർത്താ സമ്മേളനം നടത്തി വേറൊരാള്, T സിദ്ദിഖ്. അദ്ദേഹം എന്താ പറഞ്ഞേ? ഒരു എഗ്രിമെന്റും ഇല്ല, ഒരു വിഷയമില്ല. അപ്പോഴാണ് ഈ പത്മജ പറയുന്നത് എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റിന് കോപ്പി എടുക്കാൻ പോലും സമ്മതിക്കാണ് T സിദ്ദിഖ് അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട T സിദ്ദിഖ് MLA ഈ ചർച്ചയിൽ ഞാനൊരു കാര്യം പറയുവാണ്. നിങ്ങളെപ്പോലെയുള്ളവര് വയനാട് പോലെ കർഷകരും പാവങ്ങളും തിങ്ങി ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ ഒരു സംഗമഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ മാധ്യമങ്ങളോട് പറയാൻ താങ്കൾക്ക് എങ്ങനെ മനസ്സ് വന്നു?
നാളെ അവിടെ താങ്കൾ മത്സരിച്ചാൽ, കേരളത്തിൽ എവിടെ മത്സരിച്ചാലും താങ്കൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വോട്ട് ചെയ്യോ? മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി താങ്കളെ പോലുള്ളവർ വോട്ട് ചെയ്യോ? സണ്ണി ജോസഫ് സാറേ, ഈ ചർച്ചയിൽ ഞാൻ ചോദിക്കുവാണ്, താങ്കൾ ഇത് എന്തൊക്കെയാ പറഞ്ഞത്? എങ്ങനെയാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്? ആ മകനെ ആത്മഹത്യ ചെയ്യിപ്പിച്ചത്? ഇന്ന് മകൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്? ഇന്ന് മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്? സണ്ണി ജോസഫിനും കൂടെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളെപ്പോലുള്ളവരെ ഞങ്ങൾ ഇങ്ങനെയല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരോടും 1% കൂറ് നിങ്ങൾക്ക് വേണ്ടേ? ഇന്ന് ജോസ് എന്ന് പറയുന്ന മുള്ളൻകൊല്ലിയിലെ പഞ്ചായത്ത് മെമ്പർ, ആ മെമ്പർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം. ആ നാട്ടുകാർ മുഴുവൻ പറയുന്നത് എന്താ? അയാളെ ചതിച്ചു. അവിടെയും കുറ്റവാളിയായിട്ട് പ്രവർത്തകർ പറയുന്നത് എന്താ? പ്രവർത്തകർ നിങ്ങളുടെ പറയുന്നത് എന്താ? ആ DCC പ്രസിഡന്റ് കുറ്റവാളിയാണ്. ആ DCC പ്രസിഡന്റ് ഉത്തരവാദിത്തമുണ്ട്. ഈ DCC പ്രസിഡന്റിന്റെയും ഈ IC ബാലകൃഷ്ണന്റെ പേരെഴുതി വെച്ച് ആ മനുഷ്യൻ കാണിച്ചൊരു കരുണയുണ്ട് കോൺഗ്രസിനോട്. സിജു, നമ്മൾ കേരളം കേൾക്കണം. 10 ദിവസത്തേക്ക് KPCC പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഈ ആത്മഹത്യയൊക്കെ പുറത്തു വിടാവുള്ളൂ എന്ന് പറഞ്ഞ ഒരു മനുഷ്യരോടാണ് ഇവർ ഈ ക്രൂരത ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റുമോ? മനുഷ്യകുലത്ത് ഇവരെ പെടുത്താൻ പറ്റുമോ? നമ്മൾ രാഷ്ട്രീയമൊക്കെ പറയും, പക്ഷെ ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇന്നൊരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്ന എന്തുകൊണ്ടാ? ഇന്ന് ഈ 2-3 നേതാക്കന്മാരുടെ വാക്ക് കേട്ടപ്പോൾ പ്രതീക്ഷയറ്റ, ജീവിതം തൊലഞ്ഞുപോയ, ആശുപത്രി പ്രവേശിച്ചിട്ട് ഒരു കരുണ കാണിക്കാത്ത ഈ ക്രൂര കൂട്ടത്തിനോടുള്ള നിരാശയിലൂടെയാണ് ആ പെൺകുട്ടി ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു MLA ഇല്ലേ, കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ, അദ്ദേഹത്തിനല്ലേ ഈ വിഷയം പരിഹരിക്കാനായിട്ട് KPCC നിയോഗിച്ച് ആ വീട്ടിൽ ചെന്ന് അദ്ദേഹം ആ വീട്ടിൽ ചെന്നിട്ട് പത്രക്കാരോട് പറഞ്ഞ എന്താണ്? ഈ NM വിജയൻ ഭരണത്തിന് ശേഷം അദ്ദേഹം എന്താ പറഞ്ഞേ? മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവനും ഞങ്ങൾ ഏറ്റെടുക്കും, അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ? എവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ? അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള വിശേഷത്തിന് ആവശ്യമില്ല. ഈ കേരളത്തിലെ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു യോഗ്യതയും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലില്ല. ശരി ശ്രീ റജി, അതായത് അല്ല റജി, താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരിയായ അവസ്ഥ. താങ്കൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വീണ്ടും ഓർത്തെടുക്കേണ്ടതുണ്ട്. NM വിജയൻ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരുന്നത് 10 ദിവസത്തിനകം ഈ ഇതിന് പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ കത്ത് പുറത്തു വിടണമെന്നാണ്. ആ മനുഷ്യന്റെ ആത്മാർത്ഥത ഉണ്ടല്ലോ, ആ ഒരു ശുദ്ധ മനസ്സ്, അത് കാണാൻ പോലും ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല. റജി, ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. സിദ്ദിഖ് ചേർന്ന് എഴുതിയ കരാർ ജൂൺ 30-നകം കരാറിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരു പരിഹാരവും ഉണ്ടായില്ല. ആ കരാർ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? എന്തിനാണ് സിദ്ദിഖ് ഇങ്ങനെ ഈ കരാർ വലിച്ചു കീറി കളഞ്ഞത്? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആ കരാറിൽ എന്താണ് എഴുതി വെച്ചിരുന്നത്? ഈ പണം കൊടുക്കാം, 2,60,00,000 രൂപയും അതിന് ഇടപാട് തീർത്തു കൊടുക്കാം, പട്ടയം ബാങ്കിലിരിക്കുന്ന പണയ വസ്തു തിരികെ എടുത്തു കൊടുക്കാം. ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇതിന് ചതിയെന്നോ ക്രൂരതയെന്നുമല്ല, അതിനും അപ്പുറത്തേക്കൊരു പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ആ കരാറിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ശ്രീ റജി? അങ്ങനെ ഒരു കരാർ നോക്കൂ, ആ കരാർ സംബന്ധിച്ചുള്ള വിശദാംശം ഇന്ന് ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹം അത് സംബന്ധിച്ച് വിശദീകരണം കേരളീയ പൊതുസമൂഹത്തോട് നൽകിയുണ്ടായി. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി നേതൃത്വം ആ കുടുംബത്തെ ചേർത്ത് നിർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നുമാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു അന്തിമ ഒരു തീരുമാനം എടുക്കുന്നത് വരെയുള്ള ഒരു സാവകാശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തേത്. പിന്നെ ഇത്തരം ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ അങ്ങേയറ്റം കടന്നാക്രമിക്കുന്ന ബഹുമാന്യനായ റജി ലൂക്കോസ് അദ്ദേഹമൊക്കെ നടത്തുന്നത് നോക്കൂ, സ്വന്തം ഭാഗത്തുള്ള വീഴ്ചകൾ മറക്കരുത്. പത്തനംതിട്ട ജില്ലയിലെ നാറാണമൂഴിയിലെ ഒരു ഹൈസ്കൂൾ അധ്യാപികയുടെ 12 വർഷത്തെ കുടിശ്ശിക ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും നൽകിയില്ല. അവസാനം അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അതിനുശേഷമാണ് ആ തുക അനുവദിക്കുവാനുള്ള ശ്രമം നടത്തിയത്. ഈ ആത്മഹത്യകളുടെ കണക്ക് നോക്കിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പലതും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ പുൽപ്പള്ളിയിലെ സംഭവത്തിൽ അധ്യാപികയുടെ ഭർത്താവിന്റെ മരണവും ഇതുമായി കൂട്ടിക്കെട്ടുന്നത് അത് ഉദ്യോഗസ്ഥ സംവിധാനത്തിലുള്ള പിഴവെന്ന് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് അടക്കം വരികയും ചെയ്യുന്നത്. ഇവിടെ ഉയർന്ന പ്രശ്നം എന്താണ്? വയനാട്ടിൽ മാത്രം താങ്കളുടെ പാർട്ടിയിലെ 5 പേരാണ്, 5 പ്രവർത്തകർ, യഥാർത്ഥ കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്തു. അതിലൊരു കുടുംബം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു, പ്രിയങ്ക ഗാന്ധിയെ കാണണമെന്ന് പറയുന്നു. പ്രിയങ്ക ഗാന്ധിയെ സമ്മതിക്കാൻ അവർ കാണാൻ അനുവദിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിയാണ് നിങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്നുള്ള അർത്ഥത്തിൽ പറയുന്ന നെഹ്റു കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധി, വയനാടിനെ പ്രതിനിധീകരിക്കുന്ന, മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിക്കടക്കം കത്തെഴുതി വെച്ചു. എന്തെങ്കിലും നടപടിയെടുത്തോ? എന്നിട്ട് ന്യായം പറയുന്നത് എങ്ങനെയാണ് ശ്രീ റജി? ഇങ്ങനെ ഒരു കുടുംബം നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അന്വേഷണം, KPCCയുടെ അന്വേഷണം വരട്ടെ. 5 കുടുംബമാണ്, ആ കുടുംബമാണ് ഇപ്പോഴും നരകിക്കുന്നത്. 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. അതിന് ഇത്തരം മുട്ടാപ്പോക്ക് ന്യായങ്ങൾ കൊണ്ടെങ്ങനെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും കഴിയും ശ്രീ റജി?
നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മുടെ സംസ്ഥാനം നേരിടാൻ പോവുകയാണ്. ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരുന്നു. ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് പുൽപ്പള്ളി വിഷയത്തിലൊക്കെ തന്നെ CPM കഴിഞ്ഞ ദിവസം അവിടെ വലിയ പ്രചരണവും പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിച്ചത്. ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങളുടെ ഭാഗമായി ഈ കുടുംബത്തെ ഈ ജോസ് നല്ലടം എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് വന്നത്? എങ്ങനെയാണ് തങ്കച്ചൻ കള്ളക്കേസിൽപ്പെട്ടത്? ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ ഇടപെടലാണോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടതാണോ? ജോസ് നല്ലടൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? എങ്ങനെയാണ് തങ്കച്ചൻ ജയിലിനകത്ത് പോകുന്നത്? ആരാണ് അതിന്റെ കുറ്റക്കാർ? CPM ആണോ അതിന്റെ പിന്നിലെ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല? ഒരു വ്യക്തിയുടെ വീടിൻ്റെ കാർ പോർച്ചിൽ, അത് റോഡിൽ നിന്നുകൊണ്ട് ഒരുത്തർ വേണമെങ്കിൽ അവിടെ എറിഞ്ഞ് അവിടെ വയ്ക്കാമല്ലോ. ഞാനൊരു സംശയം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പോലീസ് സംവിധാനത്തിനുള്ളേ. അപ്പോൾ കുറ്റവാളികളെ കണ്ടെത്തണം, അവരെ നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരണം. അതിനാരും എതിരല്ലല്ലോ. ഒരു കോൺഗ്രസ് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു നിരപരാധി ആണെന്ന് ബോധ്യപ്പെടാനും 17 ദിവസത്തിന് ശേഷം പുറത്തു വരാനും കഴിഞ്ഞു. സജീഷ്, ഇപ്പോൾ റജി പറഞ്ഞത് കേട്ടല്ലോ, പോലീസ് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല, അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ കൊണ്ടുവരുന്നില്ല. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടാണ് നമ്മൾ കണ്ടതാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. നല്ലയിടത്തിൻ്റെ ആത്മഹത്യ, പോലീസിൻ്റെ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിലേക്ക് പോകുമ്പോൾ ആരിലേക്കൊക്കെയാണ് അന്വേഷണം എത്തുന്നുള്ള കൃത്യമായ ബോധ്യപ്പെടൽ പൊതുസമൂഹത്തിന് ഇപ്പോഴുണ്ട്. സജീഷ്, അല്ല, ഒരു കാര്യം, ശ്രീ റജിയുടെ ന്യായീകരണം നന്നായി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അദ്ദേഹം വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം. അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നൊരു സന്ദേശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പാടില്ല. അദ്ദേഹം നിരുത്സാഹപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതിന് പകരം അയാൾ പറയട്ടെ, അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ആളുകൾ, തങ്കച്ചനോട് റജിയുടെ അഭിപ്രായം എന്താണ്? തങ്കച്ചനാണല്ലോ പറഞ്ഞത് തന്നെ ചതിയിൽപ്പെടുത്തി എന്നുള്ളത് തങ്കച്ചൻ പറയുന്നു. കർണാടക നിർമ്മിതമായ വ്യാജമദ്യം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. അതിൻ്റെ ആ വിഷയം പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞയാളുണ്ട്. അദ്ദേഹത്തിനാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് ചതിച്ച ആളുകളുടെ പേര് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരല്ല സുഹൃത്തെ, കോൺഗ്രസിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുടെ പേരാണ് കിടക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ പോലീസ് ആക്ട് ചെയ്ത് കുറ്റവാളികളെ പിടിക്കണമെന്ന്. പോലീസ് ആക്ട് ചെയ്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങ് ഹാജരാക്കി കൊടുത്താൽ മതി. നിങ്ങളുടെ DCC ഓഫീസിൽ നിന്നും KPCC ഓഫീസിൽ നിന്നും ഹാജരാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം വേണ്ടല്ലോ. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ആരാണ്? നിങ്ങൾ പറയൂ, റജി പറയൂ, മനസാക്ഷിയോടുകൂടി പറയൂ. അവിടെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആദ്യ വ്യക്തിയുടെ പേരെന്താണ്? ആ വ്യക്തിയുടെ പേര് നിങ്ങളുടെ DCC പ്രസിഡൻ്റാണ്. നിങ്ങളുടെ DCC പ്രസിഡന്റ് അല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആൾ? ഹൃദയത്തിൽ തൊട്ട് പറയാൻ വേണ്ടി പറ്റുമോ അല്ല എന്ന്? രണ്ടാമത്തെ ആളാരാ? IC ബാലകൃഷ്ണൻ അല്ലേ? IC ബാലകൃഷ്ണൻ എന്താ ഈ മരിച്ച വീട്ടിലൊന്ന് കയറാൻ വേണ്ടി പറ്റിയോ അദ്ദേഹത്തിന്? എന്തേ പറ്റാഞ്ഞത്? അതിനു കൂടി മറുപടി പറയൂ. ഒരു അത്യന്തം ദുഃഖകരമായ മരണം. സ്വന്തം മകന് വിഷം കൊടുക്കുന്നു. മാനസികമായ പ്രയാസമുള്ള ആ മകനെ ഈ ലോകത്ത്, ഈ ചതിയന്മാരുടെ ലോകത്ത് ഇട്ടുപോകാൻ മനസ്സ് നൊന്ത് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. മനസാക്ഷിയുള്ള ആരും കയറില്ലേ അവിടെ? IC ബാലകൃഷ്ണൻ എന്തയാ വീട്ടിൽ പോകാഞ്ഞത്? മറുപടി പറയണ്ടേ നിങ്ങൾ? IC ബാലകൃഷ്ണൻ വീട്ടിൽ പോയില്ല. ആരുടെ വീട്ടിലാണ് പോകാത്തത്? ആരുടെയോ ഈ പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞ ഏത് ആൾ, ഏത് സ്ഥലത്ത് എന്ന് ചോദിച്ച ആളുടെ അദ്ദേഹം ആരായിരുന്നു? നിങ്ങളുടെ DCCയുടെ ട്രഷററായിരുന്നു. ആ DCCയുടെ ട്രഷറുടെ വീട്ടിൽ എന്തുകൊണ്ട് IC ബാലകൃഷ്ണന് ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടായിട്ട് കയറാൻ വേണ്ടി പറ്റിയില്ല എന്നതിനല്ലേ മറുപടി പറയേണ്ടത്? ആ മറുപടിയിലുണ്ട് ആരാ കുറ്റവാളി എന്ന്. ആ മറുപടി പറയാനുള്ള ആർജവം ഉണ്ടാകണം. നിങ്ങളും കോൺഗ്രസ്സാണ്. 5 പേര് മരിച്ചു, 5 പേർ കൊല്ലപ്പെട്ടു, ഇനിയും ആളുകൾ നിൽക്കുകയാണ്. ഇന്നും ഒരു ആത്മഹത്യയുടെ ശ്രമമുണ്ടായി. ആ ശ്രമിച്ചയാൾ എഴുതി വെച്ചു, ഇതാ കോൺഗ്രസ്സെ, കൊലയാളി കോൺഗ്രസ്സെ, ഒരു ഇര കൂടിയെന്ന്. നാളെ താങ്കളും ഇരയാക്കപ്പെടില്ലേ? താങ്കളും ഇരയാക്കപ്പെടില്ലേ? എല്ലാവരും ഇരയാക്കപ്പെടും. കാരണം അത്തരമൊരു അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള വല്ലാത്തൊരു ഭ്രമം കോൺഗ്രസിനെ ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം. ഈ ചർച്ചയിൽ വന്നും തിരഞ്ഞെടുപ്പ് പറയാൻ തോന്നുന്നല്ലോ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് കാലം. അതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ്. ആർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ്?
തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആരാ പറഞ്ഞത് ഇവിടെ? നിങ്ങളിപ്പോഴും ഈ മരണത്തിൻ്റെ വക്കിൽ നിന്ന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഞങ്ങളല്ലല്ലോ ഈ കേസിൽ കള്ളക്കേസുണ്ടാക്കിയത്, ഞങ്ങളല്ലല്ലോ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടത്, ഞങ്ങളല്ലല്ലോ അന്വേഷിക്കാൻ ഒരു സമിതിയെ വെച്ച് അതിൽ നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂരിനെ അതിൻ്റെ ചുമതലപ്പെടുത്തിയത്. എത്ര കാലമായി അന്വേഷിച്ചോ, കണ്ടെത്തിയോ? ഇതൊന്നും ചർച്ച ചെയ്യേണ്ട. താങ്കൾക്കൊക്കെ മനസാക്ഷി ഉണ്ടെങ്കിൽ NM വിജയൻ്റെ മരണത്തിന് ശേഷം നിങ്ങളുടെ നേതൃത്വം, ആ നേതൃത്വം നടത്തിയ പത്രപ്രസ്താവനകൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത് വികാരമായി ഉയർന്നു വരുന്ന സമയത്ത് ആ കുടുംബത്തിനോട് ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ ഒന്നെടുത്ത് പരിശോധിക്കുക സുഹൃത്തെ. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തന്നെയല്ലേ ഈ കുടുംബത്തിലുള്ളത്? അതിന് പകരം അവരെ ഇപ്പോഴും അവരെ വീണ്ടും ഒന്ന് മരണപ്പെട്ടാൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ അവരെ അതിലേക്ക് തള്ളിവിടാനല്ലേ ശ്രമിക്കുന്നത്? സിദ്ദിഖിനോടൊക്കെ പറയാനുള്ളത്, മനസാക്ഷി എന്നത് മനുഷ്യന് അത്യാവശ്യമാണ്. അദ്ദേഹത്തോട് വ്യക്തിപരമായി പറയുകയാണ്, മനസാക്ഷി എന്നത് മനുഷ്യന് അത്യാവശ്യമാണ്. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന വയനാടിൻ്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ ഒരു കുട്ടിയുമുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട്. ആ മണ്ണ് നിങ്ങളുടെ കാലടിയിൽ പൊള്ളിപ്പോകും അതിലൂടെ നടക്കുമ്പോൾ. അത് ചിന്തിച്ചാൽ നല്ലത്. ഇതൊക്കെ മനുഷ്യർക്ക് ചേർന്നതല്ല. എന്നിട്ട് പറയുകയാണ് ഒരു ഉടമ്പടിയുമില്ല എന്ന്. എങ്ങനെ ഇങ്ങനെ ചതിക്കാൻ വേണ്ടി തോന്നുന്നു? അധികാരത്തിന് വേണ്ടി നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെടും എന്ന് മനസ്സിലാക്കി, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പാവങ്ങളെ ചതിക്കാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾ വേറെ പാർട്ടിയിലുള്ള ആളുകളെയല്ലോ ചതിക്കുന്നത്, സ്വന്തം പാർട്ടിയിലുള്ള ആളുകളല്ലേ. എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ന്യായീകരണം നിരത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരിടത്തും സംഭവിക്കില്ല. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ശ്രീ റെജി ഉൾപ്പെടെ, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹം ഈ ചർച്ചയിൽ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോലും വ്യത്യസ്തമായിരിക്കും. അത് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. ഇതിനെയൊന്നും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി പലപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ടായിരിക്കും അന്തിമ തീരുമാനമെടുക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുമോ എന്ന കാര്യത്തിന് എന്ന ഒരു വാചകം അദ്ദേഹം ഇവിടെ പറഞ്ഞില്ലല്ലോ പ്രിയപ്പെട്ട റജി. നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് അത് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെല്ലാം തീർത്തു, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്. ആ പറഞ്ഞത് മനസാക്ഷിക്ക് വിരുദ്ധമാണ്, താങ്കൾക്ക് പോലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. അതുകൊണ്ടാണ് താങ്കൾ ഇവിടെ പറഞ്ഞത് അന്തിമ തീരുമാനമായിട്ടില്ല എന്ന്. അങ്ങനെ പറയേണ്ടി വരുന്നു. നിങ്ങളേതുൾപ്പെടെയുള്ള മനസ്സ് നോവുന്ന കോൺഗ്രസ്സുകാരുണ്ട് ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നവർ. പക്ഷേ നിങ്ങൾ നേതാക്കന്മാരാണെങ്കിലും നിങ്ങളുടെ അനുഭാവികൾ, ഈ കോൺഗ്രസിൻ്റെ അനുഭാവികളായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരെങ്ങനെ വിശ്വസിക്കും ഈ VD സതീശനെയും സണ്ണി ജോസഫിനെയും സിദ്ദിഖിനെയും? അപ്പുറത്തേക്ക് വേറെ ആരെയും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെയൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നേതൃത്വത്തെ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും? എങ്ങനെ നിങ്ങളെ അവർക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി പറ്റും? നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും? എങ്ങനെ നിങ്ങൾ പലരെയും വീട്ടിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പറ്റും എന്നതുൾപ്പെടെ പ്രശ്നമായി നിൽക്കുകയാണ് നിങ്ങളുടെ അനുഭാവികളുടെ ഇടയിൽ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്നതല്ല ഈ ചെയ്യുന്ന രീതി. അത് നിങ്ങൾ ഇവിടെ സമ്മതിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ വേദിയിൽ പറയണം. അത് സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. ആ സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ട്. ആരുടെയും മനസ്സ് നൊന്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ അതെങ്കിലും പറയൂ സുഹൃത്തെ. ഈ നാട് പരിഹരിച്ചുകൊള്ളും, എനിക്കുറപ്പാണ്. ഈ നാട് VD സതീശൻ അറിയാത്ത ഈ NM വിജയൻ്റെ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറാണ്. അതിന് ആ കുടുംബത്തിൽ ഇനിയൊരു മരണം ഉണ്ടാകാതിരിക്കാൻ കാവൽ നിൽക്കാനുള്ള മനസാക്ഷിയൊക്കെ ഈ കേരളത്തിനുണ്ട്. സണ്ണി ജോസഫിനോടും VD സതീശനോടും പറയേ, ഞങ്ങളില്ല, നിങ്ങളങ്ങ് നിങ്ങൾ പിന്മാറിയാൽ ഉറപ്പ് ഈ നാട് അവരെ സംരക്ഷിക്കും. ഇനിയൊരു ജീവനും ആ വീട്ടിൽ നഷ്ടപ്പെടാതിരിക്കാൻ ഈ നാട് കാവൽ നിൽക്കും. അത് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഈ നാട്ടിലുള്ള സകല മനുഷ്യരും ഉണ്ടാകും. നിങ്ങളെ വെറുക്കുന്ന നിങ്ങളുടെ അനുഭാവികളും ഉണ്ടാവും. അതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. ശരി സജേഷ്, ഒരുപക്ഷെ റജി താങ്കളോട് സജേഷ് പറഞ്ഞത് ഈ മനസാക്ഷി എന്ന് പറയുന്നത് ഉള്ള ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. താങ്കൾ വരെ പറഞ്ഞു ഈ അന്വേഷണം നടക്കുമ്പോൾ ആ കുടുംബത്തെ സഹായിക്കും. പക്ഷേ സണ്ണി ജോസഫ് ഇന്ന് അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വകം പറഞ്ഞു കഴിഞ്ഞു, ആ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ആ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത വന്നത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ്. NM വിജയൻ ആ നേതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പണയം വെച്ചത് ആ സാമ്പത്തിക തട്ടിപ്പ് മറയ്ക്കാനാണ്, തട്ടിപ്പിനിരെ ഉദ്യോഗാർത്ഥികൾക്ക് പണം കൊടുക്കാനാണ്. അതൊരു മനസാക്ഷിയുടെ പ്രശ്നമായിരുന്നു NM വിജയൻ ഉണ്ടായിരുന്നത്. ആ മനസാക്ഷി ലെവലേശമില്ലാത്തവരുടെ പാർട്ടിയിൽ താങ്കൾക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് സജേഷ് ചോദിച്ചത്. ശ്രീ റജി,
നോക്കൂ, ഏതെങ്കിലും ഒരു പ്രാദേശിക വിഷയം എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിൽ ഇങ്ങനെയാണ്, കോൺഗ്രസ് മനസാക്ഷി ഇല്ലാത്തവരുടേതാണ്, കോൺഗ്രസ്സിൽ ധാർമ്മികതയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് കരുതാൻ കഴിയുകയുള്ളൂ. കാരണം ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതാണ്ട് 11 കോടി വോട്ടാണ് കോൺഗ്രസിന് ഈ ലോക്സഭയിൽ ലഭ്യമായത്. അപ്പോൾ ഇതൊരു മഹാപ്രസ്ഥാനമാണ്. ഇവിടെ പ്രാദേശികമായ ചില പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ എനിക്കാവില്ല. കാരണം അവിടെ പ്രാദേശികമായിട്ട് അത്തരത്തിലൊരു വിഷയം ഉണ്ടായപ്പോൾ അത് ആദ്യ ഘട്ടത്തിൽ തന്നെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം അത് കൈകാര്യം ചെയ്യുകയും അത് പരിഹരിക്കുവാനുള്ള ശ്രമം നടത്തേണ്ടതുമായിരുന്നു. പക്ഷേ ഈ ബഹുമാന്യനായ മരണപ്പെട്ട ഈ MN വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മരണത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ പല മുതിർന്ന നേതാക്കളും അവിടെ എത്തുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും അവർക്ക് സഹായം ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായി സഹായങ്ങൾ നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സംബന്ധിച്ചല്ലോ, ആദ്യം ഒരു വിഷയമുണ്ടായി, പ്രാദേശിക നേതൃത്വം ഇടപെട്ട് പരിഹരിക്കേണ്ടതായിരുന്നു. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? നേരത്തെ സജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ, റെജി ലൂക്കോസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? അവിടെ IC ബാലകൃഷ്ണൻ പ്രാദേശിക നേതാവാണോ? ND അപ്പച്ചൻ പ്രാദേശിക നേതാവാണോ? അവരെ കറക്റ്റ് ചെയ്യേണ്ടത് ആരായിരുന്നു? അവർക്ക് വീഴ്ച പറ്റിയെന്ന് പറയേണ്ടത് ആരായിരുന്നു? സംസ്ഥാന നേതൃത്വമല്ലേ, KPCC നേതൃത്വമല്ലേ? അവരെന്ത് നിലപാടാണ് എടുത്തത്? IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും സംരക്ഷിക്കുന്ന നിലപാടല്ലേ എടുത്തത്? അങ്ങനെ അതിനെ താങ്കൾ എങ്ങനെയാണ് പ്രാദേശിക വിഷയമാക്കി മാത്രം ചുരുക്കുന്നത് ശ്രീ റജി? നോക്കൂ, ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുമ്പോൾ അത് നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് ഓരോ ഘട്ടത്തിലും പരിഹരിച്ചു പോകുവാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതായിരുന്നു. അത് ഇനി നമ്മൾ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സംഭവിച്ച സംഭവത്തിന് അതിന് പരിഹാരം ഇനി സംസാരിച്ചിട്ട് പ്രയോജനമില്ലെന്ന്. ഈ 2,60,00,000 രൂപ ആ കുടുംബം ഇപ്പോഴും ബാധ്യതയിലാണ്, അവരുടെ വസ്തു പണയത്തിലാണ്. ഈ 2,60,00,000 രൂപ തീർത്തു കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതിന് കോൺഗ്രസ് തയ്യാറാണോ? ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ, അതിവിടെ നിൽക്കുന്നതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പ് നടത്തുന്നതിനുള്ള ഒരു അവസരമായി ഈ സംഭവത്തെ മാറ്റിയെടുക്കുന്നു ചില രാഷ്ട്രീയ എതിരാളികൾ. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എതിരാളികൾക്ക്, അതായത് കോൺഗ്രസിനെ വിമർശിക്കുവാനും കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തുവാനുമുള്ള രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നതിൻ്റെ ഭാഗമായി ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരികയും പൊതുസമൂഹത്തിൽ ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പ്. ശ്രീ റജി ലൂക്കോസ്, അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ മുതലെടുപ്പും ഏതെങ്കിലും പ്രസ്ഥാനം, പ്രത്യേകിച്ചും പറയേണ്ടുള്ള CPM ആയിരിക്കണമല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പ് നടത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ആത്മഹത്യാ വിവരങ്ങൾ കത്തടക്കം പുറത്തു വരുന്നത്? എങ്ങനെയാണ് ജോസ് നെല്ലയിടത്ത് ആത്മഹത്യയിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് തങ്കച്ചൻ 17 ദിവസം അകത്ത് കിടക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്? ആരാണ് അതിന് മുന്നിൽ പ്രവർത്തിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് ഏതെങ്കിലും തരത്തിൽ CPM നടത്തിയിട്ടുണ്ടോ? താങ്കൾ അത് വിലയിരുത്തിയിട്ടുണ്ടാകുമല്ലോ ശ്രീ റജി ലൂക്കോസ്. ബഹുമാനപ്പെട്ട ശ്രീ റജി സിദ്ദിഖിന് പഠിക്കുക. സിദ്ദിഖിൻ്റെ പാർട്ടിക്കാരനായ DCC വൈസ് പ്രസിഡന്റ് തൻ്റെ അസുഖബാധിതനായ മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്തത് CPM പ്രവർത്തകരല്ലായിരുന്നു അവർ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ന് എന്താ നമ്മൾ കേരളം കേട്ടത്? ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, അത് DYFIയും CPM മുതലെടുക്കുന്നു എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. സിദ്ദിഖ് ലജ്ജിക്കണം. എന്താണെന്നറിയോ? ഇത്തരം വാചകളൊക്കെ പറഞ്ഞ് കേൾക്കുന്ന വെറും കഴുതക്കൂട്ടമല്ല വയനാട്ടിലെ വോട്ടർമാരെന്നുള്ള സിദ്ദിഖ് എന്ന് പറയണം. എന്ത് വന്നാലും അദ്ദേഹം പറഞ്ഞത് NM വിജയനും മകൻ്റെ ഭാര്യയൊന്നും CPMകാരല്ല, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയായിരുന്നു. അതതിനുള്ള മറുപടി. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട റജി പറഞ്ഞ ഒരു കാര്യം ഞാനും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു പരിഹരിക്കേണ്ടതായിരുന്നു, ഇനി അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞു. ആ നല്ല മനുഷ്യൻ്റെ മനസ്സ് അതോടുകൂടി നമുക്ക് വായിക്കപ്പെട്ടു. അതിനു മുമ്പും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവരിതിൽ ചെയ്തതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവരുടെ ചരിത്രം എന്താണ്? ഇന്ത്യയെ മുഴുവനും വിറകലിപ്പിച്ച, ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ചൂരമലയെ മുണ്ടക്കേ ദുരന്തം 400 മനുഷ്യജീവനെ സെക്കൻഡ് കൊണ്ട് കവർന്നു. 11 പേരെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗം, തൻ്റെ കുടുംബത്തിലെ മുഴുവൻ പേരെ നഷ്ടപ്പെട്ട നിസ്സഹായ ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവ് അവിടത്തിൽ മരിച്ചു. ഇപ്പോഴും എന്താ പറയുക, സർക്കാരിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ദുരന്ത ഭൂമിയിൽ നിന്നും അതിനെ മുതലെടുത്തുകൊണ്ട് കോടികൾ തട്ടിയെടുത്തവരല്ലേ കോൺഗ്രസ് പാർട്ടി? ആ ആരോപണം പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളാണോ? ആ ആരോപണം വന്നപ്പോൾ എന്താ പറഞ്ഞു? ഒരു ആപ്പുണ്ട്, അതിനകത്ത് നോക്കിയാൽ കാണുന്നത്. അവസാനം ആപ്പില്ല, പണവും ഇല്ല. നിങ്ങളത് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പം പിന്തുണയ്ക്കുന്നില്ല NM വിജയനെയും കുടുംബത്തെ തഴഞ്ഞ് നിങ്ങളിപ്പോൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? പെൺവേട്ടക്കാരനെ പെൺ കേസിന്റെ പിടിയിലായി അമർന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അയാൾ ചെയ്തെന്താ? അയാൾ ആ ദുരന്ത ഭൂമിയിൽ ഇരുന്നുകൊണ്ട് യൂണിഫോം ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ 20 വീടുകൾ പണിതു കൊടുക്കും, ഞങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ പഠനം മുഴുവൻ ഏറ്റെടുക്കും, പണം പോരട്ടെ എന്ന് പറഞ്ഞു. കോടികൾ പിരിച്ചു.
ആ പൈസ എവിടെയെന്ന് ചോദിച്ചത് CPM കാരല്ല, അമ്പലപ്പുഴയിലെ നിങ്ങളുടെ നേതൃയോഗത്തിലെ നിങ്ങളുടെ പ്രവർത്തകരാണ് അയാളുടെ മുഖത്ത് ചോദിച്ചത്. മാനന്തവാടി നടന്ന പ്രവർത്തക സമിതിയിൽ അയാളെ കയ്യേറ്റിക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ പ്രവർത്തകരാണ്, DYFIക്കാരും CPM അല്ല. തൊടുപുഴയിൽ വന്നപ്പോൾ അയാൾക്ക് പുറത്തു പോകാൻ പറ്റാതെ അയാൾ വേർത്തത് ആരുടെ ചോദ്യം കൊണ്ടാ? നിങ്ങളുടെ നേതൃത്വത്തിലെ പ്രവർത്തകരുടെ ചോദ്യം കൊണ്ടാ. അതിന് നിങ്ങളെങ്ങനെയാണ് CPM മുതലെടുക്കണം എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയ്ക്ക് നീചമായ പിരിവ് നടത്തി തട്ടിച്ച് പോക്കറ്റ് വീർപ്പിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ കരുണയുണ്ടാവും? അപ്പം നിങ്ങൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു റജി, ഒരു പ്രാദേശിക പ്രശ്നമാണ്. അയ്യോ, അതെങ്ങനെ നിങ്ങളെങ്ങനെ പറയുന്നത്? പ്രാദേശിക പ്രശ്നം എന്ന് പറയാനാണ് ഇത് ഉസ്ബെക്കിസ്ഥാനിലെ ഏതെങ്കിലും സ്ഥലത്ത് നടന്നാണോ? ഇത് കേരളത്തിൽ നടന്ന ഓരോ പ്രദേശത്തെ പ്രവർത്തകർക്കും ഒരു പ്രാധാന്യമില്ല സുഹൃത്തെ. നിങ്ങളുടെ പ്രവർത്തകർക്ക് നിങ്ങളുടെ DCC ട്രഷറർക്കും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങൾ പ്രാദേശിക പ്രശ്നം എന്ന് പറയുന്നത് അതെന്തൊരു വർത്തമാനാ? നിങ്ങൾ ആ വാക്ക് നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യല്ലേ ബഹുമാനപ്പെട്ട റജി, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പിൻവലിക്കണം. പ്രാദേശിക പ്രശ്നം എന്നുള്ള വാക്ക് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നി? ഞാൻ ചോദിക്കട്ടെ, മുള്ളംകൊല്ലിയിലെ ഒരു നിസ്സഹായനായ ചെറുപ്പക്കാരൻ്റെ വീടിൻ്റെ അടുത്തൂടെ കഞ്ചാവോ ഏതാണ്ട് മൃഗങ്ങളുടെയൊക്കെ വെച്ച് അയാളെ കുടുക്കി 15-16 ദിവസം ജയിലിലിട്ടത് ആരാ? ഏതെങ്കിലും CPM പ്രവർത്തകരാണോ? നിങ്ങളുടെ പാർട്ടിക്കാരാ. ഇന്ന് ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരനുണ്ട് അവിടെ, ഒരു മെമ്പർ, ചെറുപ്പക്കാരനല്ല, ഒരു മധ്യവയസ്കൻ ജോസ്. അയാൾ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ CPM കാരനാണോ DYFIക്കാരനാണോ? ആണോ? നിങ്ങളുടെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുടെ IC ബാലകൃഷ്ണന്റെ പേര് വെച്ചത് എഴുതി വെച്ചത് DYFIക്കാരോ CPM കാരാണോ? ഈ NM ബാലകൃഷ്ണന്റെ കൈപ്പടൽ എഴുതിയ ലെറ്ററിനാ. എന്നിട്ട് നിങ്ങളുടെ ആ MLAക്ക് ഉളുപ്പില്ലാതെ കണ്ട് ഇപ്പോഴും MLA സ്ഥാനത്തിരിക്കാൻ നിങ്ങൾ അനുമതി കൊടുത്തത് നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളോട് കഴിച്ച കൊടും പാതകമല്ലേ? നിങ്ങൾ കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് ഒരു വേട്ടമൃഗത്തെ പോലെ പിന്നെ വേണുഗോപാലിന്റെ ഭാര്യ പറഞ്ഞില്ലേ, രാഹുൽ മാങ്കുട്ടത്തെ പേര് കേട്ട ഇവിടുത്തെ സ്ത്രീകൾക്ക് ഭയമാണെന്ന്. അയാളെ ഇപ്പോഴും നിയമസഭയെ പ്രവേശിപ്പിക്കാൻ നിങ്ങൾ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ KPCC പ്രസിഡന്റും ഷാബി പറമ്പലിനെ പോലുള്ളവർ. നിങ്ങൾ ആ കാര്യത്തിൽ നിന്നാണ് ഞങ്ങളെ രാഷ്ട്രീയപരമായിട്ട് വേട്ടയാടുന്നത്. ഇതെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്നു, നിങ്ങൾ മുക്കുന്നു, കക്കുന്നു, മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയാം രാഷ്ട്രീയ മുതലെടുപ്പാന്ന്. ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കേരളത്തിൽ കാണിക്കുന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ അല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ വായനക്കാതിരിക്കുന്നതാണോ താങ്കൾ പറയുന്നത്? എന്താ താങ്കൾ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതിനൊരു വിശദീകരണം പ്രിയപ്പെട്ട റജി ഈ ചാനലിലൂടെ പറയണം. ഒരൊറ്റ കാര്യത്തോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വേറൊന്നുമല്ല, നിങ്ങളുള്ള ഒരൊറ്റ ചോദ്യം, നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം മനുഷ്യർക്ക് വേണ്ടിയാണോ അതോ തട്ടിപ്പ് നടത്താനും കൊള്ള നടത്താനും പെണ്ണുങ്ങളെ വേട്ടയാടാനും പാവപ്പെട്ട നിങ്ങളുടെ പ്രവർത്തകരെ കൊലയ്ക്ക് കൊടുക്കാനാണോ? നിങ്ങൾ അതിന് മറുപടി പറയൂ. റജിക്ക് ഉചിതമായ മറുപടി പറയണമെന്ന് ഞാൻ അപേക്ഷിക്കും അങ്ങയോട്. ജി മറുപടി പറയാം. ചോദിച്ച ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇങ്ങനെ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി മനസാക്ഷിയുണ്ടോ? ഇതൊരു പ്രാദേശിക പ്രശ്നമാണോ? താങ്കൾക്ക് മറുപടി പറയാം. നല്ല ചോദ്യമാണ്. ബഹുമാന്യനായ റജി ലൂക്കോസ് അദ്ദേഹം വളരെ ആ ചോദ്യം ഉന്നയിച്ചതിനെ ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറയുന്നതിന് ആഗ്രഹിക്കുമ്പോൾ പ്രധാനമായിട്ട് ഒരു പോയിന്റാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കപ്പലണ്ടി കച്ചവടം നടത്തിയ ആൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു മഹാനായി മാറി എന്ന് DYFIയുടെ ആരാ പറഞ്ഞത് അറിയാമല്ലോ? തൃശ്ശൂർ ജില്ലയിലെ നേതാക്കളാണ് പറയുന്നത്. ഇവിടുത്തെ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന MK കണ്ണൻ അദ്ദേഹം കപ്പലണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 10 വർഷത്തെ ഭരണത്തിനിടയിൽ വലിയ കോടീശ്വരനായി. ഇതേ രീതിയിൽ ഭരണത്തിൻ്റെ പിൻബലത്തിൽ കോടിപതികളായ ധാരാളം പേരുണ്ടെന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകപ്പാടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഇടയിൽ ഈ ഇത്തരത്തിൽ ധനം സമാഹരിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കോൺഗ്രസിലുണ്ടായ ഏതെങ്കിലും 1-2 വിഷയങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് അപ്പാടെ മോശമാണ്, കോൺഗ്രസ് പ്രവർത്തകർ മോശമാണ്, അല്ലെങ്കിൽ അവർ ധാർമ്മികത ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഷ്ട്രീയമായും ധാർമ്മികമായും ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയില്ലേ? പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റിയില്ലേ? ബഹുമാന്യനായ സ്പീക്കർക്ക് അത് സംബന്ധിച്ച് കത്ത് കൊടുത്തില്ലേ? നിങ്ങൾ കുറച്ച് ദിവസത്തിന് മുമ്പേ ചർച്ച ചെയ്തിരുന്നല്ലോ. കത്ത് കൊടുത്തില്ല, കത്ത് എവിടെയെന്ന് ചോദിച്ചിരുന്നല്ലോ. ഇപ്പൊ കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, പാർട്ടി പൊസിഷനിൽ നിന്ന് മാറ്റിയില്ലേ? അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ഒരു വലിയ ബഹുജന സംഘടനയാകുമ്പോൾ അതിൽ നല്ലവരുണ്ടാകാം, അതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെടുന്നവരുണ്ടാകാം. അപ്പൊ അത്തരക്കാരെ കണ്ടെത്തി സജഷനോടായിരിക്കും ഒരുപക്ഷെ നടപടികൾ സ്വീകരിക്കും. അല്ല, തീർച്ചയായും സജഷനോടാണ് ഒരുപക്ഷെ റജി ചോദിച്ചത്. വിഷയം പറയുമ്പോൾ, അതായത്
പയർ എത്ര, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ന്യായമാണ് ഇപ്പോൾ റജി നിരത്തിയെന്ന് തോന്നുന്നു. ശ്രീ സജേഷ്, അദ്ദേഹം ഉടനെ കപ്പലണ്ടി കച്ചവടത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ പോവുകയാണ്. വലിയ വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബം ആത്മഹത്യ ചെയ്തത്, ഒരു കുടുംബവും NM വിജയൻ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരുമകൾ ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു. വലിയ വിഷയമാണ്. കേരളത്തിലെ പൊതുസമൂഹം വളരെ ഞെട്ടലോടുകൂടി വിഷമത്തോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അതാണ് വളരെ ലാഘവത്തോടുകൂടി പ്രാദേശിക വിഷയമായി മാറ്റുകയും പിന്നീട് എന്നോ നടന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ മാധ്യമങ്ങൾ വല്ലാതെ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഒരു വിഷയത്തെ എടുത്ത് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ശ്രീ സജേഷ്, തീർച്ചയായും തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുത്തൊരു വ്യാജ വാർത്തയെ യാതൊരു ആധികാരികതയുമില്ലാതെ എല്ലാവരും നിഷേധിക്കുന്ന, അതിൻ്റെ ഭാഗമായി പോലീസിൽ കൃത്യമായി വ്യാജ വാർത്തയ്ക്കെതിരായി പരാതി കൊടുത്ത ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് കപ്പലണ്ടി കച്ചവടം എന്ന് പറഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല എന്ന് ശ്രീ റജി മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ താങ്കൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറാകണം. അതിനു പകരം മതനിരപേക്ഷത, ജനാധിപത്യം, കോൺഗ്രസിൻ്റെ പഴയ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടല്ല. നിങ്ങളീ പറഞ്ഞ ജനാധിപത്യമായാലും മതനിരപേക്ഷതയായാലും അതിനെ എങ്ങനെയെല്ലാം കോൺഗ്രസ് തകർത്തു എന്ന് താങ്കൾക്ക് കേൾക്കണമെങ്കിൽ അല്പം സമയം വേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ പോറലേൽപ്പിച്ച ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രി, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി 10-13 ഭാഷ സംസാരിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഒറ്റ ഭാഷയിൽ ഒറ്റ അക്ഷരം ഉണ്ടാതിരുന്ന ആളാണ്. അതാണ് മതനിരപേക്ഷതയുടെ കാവൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞൊരു കാലമുണ്ട്, കറുത്ത കാലം. ജനാധിപത്യത്തെ, മനുഷ്യാവകാശത്തെ പോലും, മനുഷ്യൻ്റെ പ്രാഥമികമായ ഭരണഘടനാ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കിയ കാലം, പത്രങ്ങൾക്ക് സെൻസർ ഏർപ്പെടുത്തിയ കാലം, മനുഷ്യർക്ക് തെരുവിൽ 3 പേർക്ക് ഒരുമിച്ച് നടക്കാൻ വേണ്ടി പറ്റാത്ത കാലം. ആ കാലം ഉണ്ടാക്കിയത് ജനാധിപത്യത്തിൻ്റെ അപ്പോലസ്ഥന്മാരായ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞുകൊണ്ട് മാത്രം വീണ്ടും വീണ്ടും എല്ലാ തുടക്കത്തിലും താങ്കൾ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമെല്ലാം കോൺഗ്രസിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഇവിടെ വിഷയം വേറെയാണ്. ഇവിടെ വിഷയം ഈ മരണങ്ങൾ, തുടർച്ചയായ ആത്മഹത്യകൾ ആരുടേതാണ്? നിങ്ങളുടെ മനസ്സ് നോവുന്നില്ലേ പ്രിയപ്പെട്ട സുഹൃത്തെ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ? ജോസ് നെല്ലടം നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളല്ലേ? ആയും എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ഒരു മണ്ഡലം ഭാരവാഹിയല്ലേ? പഞ്ചായത്ത് അംഗമായിരുന്നില്ലേ? കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവല്ലേ? അദ്ദേഹം മരണപ്പെട്ടതിൽ, അദ്ദേഹം സ്വന്തം ജീവിതം അവസാനിപ്പിച്ചതിൽ താങ്കൾക്ക് ദുഃഖമില്ലേ? അതൊരു പ്രാദേശിക വിഷയമായി താങ്കൾ കാണുകയാണോ? പ്രാദേശിക വിഷയത്തിന് ഈ ചാരായം കൊണ്ടുവന്ന അത് കർണാടകത്തിൽ നിന്നാണ് സുഹൃത്തെ, പ്രാദേശികമായി കൊണ്ടുവന്നതല്ല. കർണാടകത്തിലെ ചാരായം കൊണ്ടുവന്ന് എന്ത് ചെയ്തതാണ്? ചാരായവും വ്യാജമദ്യവും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളൊക്കെയാണ് തങ്കച്ചൻ്റെ വീട്ടിൽ വെച്ചത്. അത് പ്രാദേശിക പ്രശ്നമാണോ? പ്രാദേശിക പ്രശ്നമായിട്ടാണോ അത് കൈകാര്യം ചെയ്യപ്പെട്ടത്? ഈ തങ്കച്ചൻ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ? അതിനൊരു നന്ദിയല്ലേ പറയേണ്ടത് കേരളത്തിലെ പോലീസിനോട്? അദ്ദേഹം കുറ്റക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ കൊണ്ടുവച്ചതാണെങ്കിലും അന്വേഷിച്ച് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്തു വിട്ടില്ലേ? അതിന് നന്ദി പറയണ്ടേ നിങ്ങൾ? അതിന് നന്ദി പറയാൻ വേണ്ടി തയ്യാറാകണം. അദ്ദേഹത്തെയും ഈ പറഞ്ഞ കൊല്ലപ്പെട്ട ജോസിനെയും ചതിച്ച ആളുകളില്ലേ? ആ ചതിച്ച ആളുകൾ CPMകാരാണോ? കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ? സംസ്ഥാന നേതാക്കന്മാരല്ലേ? ജില്ലാ നേതാക്കന്മാരല്ലേ? അത് നിങ്ങൾ പ്രാദേശികമെന്ന് പറയുകയാണ്. ശ്രീ MN വിജയൻ്റെ വിഷയം തന്നെ എടുത്താൽ ആ വിഷയത്തിൽ 5 സഹകരണ ബാങ്കിലേക്ക് നടത്തിയ നിയമനം അത് അഴിമതി നിയമനമാണ് എന്ന ആക്ഷേപത്തിൻ്റെ ഭാഗമായി അന്വേഷണം നടന്നപ്പോൾ 299 സൊസൈറ്റികളിലെ നിയമനത്തെക്കുറിച്ചാണ് വിജിലൻസിൻ്റെ മുന്നിൽ പ്രശ്നം വന്നത്. തെറ്റാണ് എന്ന് കണ്ടെത്തിയത്. ഇത് നിയമപരമായി നിൽക്കുന്നില്ലേ? ഇതൊരു പ്രാദേശിക വിഷയമാണോ? 299ഓളം വരുന്ന പ്രാദേശിക സഹകരണ സംഘത്തിലെ വിഷയം, 5 പ്രധാനപ്പെട്ട സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം, അതിന് വാങ്ങിവെച്ച കോഴ വീട്ടിൽ വന്ന് എണ്ണി വാങ്ങിക്കൊണ്ടുപോയിട്ടില്ലേ? അന്ന് വീട്ടിൽ വരാൻ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങളുടെ IC ബാലകൃഷ്ണൻ MLAക്ക്. ശ്രീ MN വിജയൻ്റെ മകളിപ്പോൾ പറഞ്ഞല്ലോ, ശ്രീമതി പത്മജ പറഞ്ഞല്ലോ, വീട്ടിൽ വന്ന് ഈ MN ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് ആ പണമെല്ലാം വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. മരിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോകണ്ടേ സുഹൃത്തെ? മരിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോകണ്ടേ? ആ മനുഷ്യനെ അവസാനമായിട്ടൊന്ന് കാണാൻ, ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഒന്ന് പോകണമായിരുന്നല്ലോ. നിങ്ങൾ ഈ മനസാക്ഷിയില്ലാത്ത വർത്തമാനം പറയുമ്പോൾ, ഇത് പ്രാദേശിക വിഷയമാണ് എന്ന് പറയുമ്പോൾ, ഇത് എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരുടെയും പ്രാദേശികവും ദേശീയവും സാർവദേശീയവുമായ ഒക്കെ മലയാളികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാം മനസ്സ് നോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് അവസാനിപ്പിച്ചാൽ നാട് ഏറ്റെടുക്കും. ഇനി ഒരാളെയും മരണത്തിന് വിടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ മരണപ്പെട്ട MN വിജയൻ്റെ മകൻ്റെ മകൻ
പിഞ്ചുകുട്ടിയാണ്. ആ കുട്ടി ഇന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് താങ്കൾ കേൾക്കണ്ടേ പ്രിയപ്പെട്ട സുഹൃത്തെ? അച്ഛനും അമ്മയ്ക്കും വയ്യാതായി, ഇനി ഞാനെന്ത് ചെയ്യും എന്ന് ഒരു കുഞ്ഞ് ചോദിക്കുകയാണ്. ഈ MN വിജയൻ്റെ മകൻ്റെ മകൻ അമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആശുപത്രിയിലാണ്. അവിടെ നിന്നാണ് ചോദിക്കുന്നത്, അച്ഛൻ അസുഖമാണ്. എന്തിനാണ് ഈ മനസാക്ഷിയില്ലാത്ത പ്രവർത്തനം? അത് നിങ്ങൾ കാണണ്ടേ? അതിന് നിങ്ങളിവിടെ വന്ന് ന്യായീകരിച്ച് പ്രാദേശിക വിഷയമാണ് എന്ന് പറയുകയാണോ? അതല്ല, നിങ്ങൾക്കാവാവുന്ന ഭാഷയിൽ പറഞ്ഞ് KPCC നേതൃത്വത്തിനെ കൊണ്ട് ഇതിന് പരിഹാരം കാണിക്കുകയാണോ വേണ്ടത്? അത് നിങ്ങൾ കാണണ്ടേ? പിന്നെ ഓരോന്നോരോന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഉണ്ടായ മറ്റു മരണങ്ങളെല്ലാം പ്രാദേശിക പ്രശ്നമാണോ? രാജേന്ദ്രൻ നായരുടെ മരണം പ്രാദേശിക വിഷയമാണോ? ലോൺ എടുത്ത് ആ ലോണ് 1 ലക്ഷം മാത്രം അദ്ദേഹത്തിന് കൊടുത്ത് ബാക്കി നിങ്ങളുടെ KPCC സെക്രട്ടറി അല്ലേ തട്ടിക്കൊണ്ടുപോയത്? അതിൻ്റെ ഭാഗമായിട്ടല്ലേ രാജേന്ദ്രൻ നായർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? പ്രാദേശിക നേതാവാണോ? KPCC ജനറൽ സെക്രട്ടറി അല്ലേ അതിൻ്റെ പ്രതിയായി വരുന്നത്? ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ നിസാരവൽക്കരിക്കരുത്. നേരത്തെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ നിങ്ങളുടെ ചർച്ചയിൽ നിങ്ങൾക്ക് എവിടെയോ ഒരു മനസാക്ഷി ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സണ്ണി ജോസഫ് പറഞ്ഞതെന്നും വ്യത്യസ്തമായി പറഞ്ഞത് എന്ന് കരുതുന്നു. ഞങ്ങൾ കോൺഗ്രസ്സുകാരാകെ മോശമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിന്റെ നയം കോൺഗ്രസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മോശമെന്നാണ് പറഞ്ഞത്. അതിനെയാണ് തിരുത്തിക്കേണ്ടത്. നിങ്ങളുടെ സഹപ്രവർത്തകനായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തതിൽ നിങ്ങൾക്ക് മനോവേദനയില്ലേ? NM വിജയനും മകനും ആത്മഹത്യ ചെയ്തതിൽ മനോവേദനയില്ലേ? ഇന്ന് പത്മജ ആത്മഹത്യാ ശ്രമം നടത്തിയതിൽ മനോവേദനയില്ലേ? ഇവിടെ ഇരുന്ന എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തിയതാണ് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ചില ചോദ്യങ്ങൾ. എൻ്റെ അച്ഛൻ ആശുപത്രി കിടക്കയിലാണ്, അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം നിങ്ങളോട് മാത്രമല്ല ശ്രീരജി, കേരള സമൂഹത്തോടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയതാണ്. ഒരുപക്ഷെ സജേഷ് ചോദിച്ചതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് മനോവേദന ഉണ്ടാക്കുന്നില്ലേ ശ്രീരജി? ശ്രീ റജിയിലേക്ക് തിരികെ വരാം. സജേഷ്, നേരത്തെ സജേഷ് പറഞ്ഞു വന്നതിൻ്റെ ഇടവേള കൊണ്ട് ഇടപെട്ട് പോയതാണ്. അതിൻ്റെ ഒരു വൈകാരികമായ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് ഈ NM വിജയൻ്റെ കുടുംബത്തെ CPM സംസ്ഥാന സെക്രട്ടറി സന്ദർശിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കുടുംബത്തിൻ്റെ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞതുണ്ട്. ഈ കോൺഗ്രസ്സുകാർ, താങ്കൾ നേരത്തെ ചോദിച്ചതാണ്, അവർ നെഞ്ചുറപ്പോടുകൂടി പറയണ്ടേ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ ഇവിടുത്തെ സമൂഹമുണ്ട്, ചില പ്രസ്ഥാനങ്ങളുണ്ട്. ആ ഒരു നിലപാട് തന്നെ പാർട്ടിക്കുണ്ട് ഇപ്പോഴും CPIM-ന്. ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, മലയാളികൾ മനസാക്ഷിയുള്ളവരാണ് എന്ന് പല ഘട്ടത്തിലും തെളിയിച്ചുള്ളതാണ്. അതിൻ്റെ എത്ര അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നലെ 7 പേർക്ക് പൊതുജീവൻ നൽകിയ ഐസക്കിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. മലയാളികളുടെ മനസ്സ് ഇപ്പോൾ നമുക്ക് പ്രളയം ഉണ്ടായപ്പോൾ, നമുക്ക് നിപ്പ ഉണ്ടായപ്പോൾ, കോവിഡ് ഉണ്ടായപ്പോൾ, മറ്റ് പ്രതിസന്ധികളുണ്ടായപ്പോൾ ഇത്രമേൽ ചേർന്ന് നിന്ന ഒരു ഭൂപ്രദേശം ലോകത്ത് പലരും അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ടായിട്ടില്ലേ? മനുഷ്യരെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഒരാളെയും കേരളത്തിൽ മരണത്തിന് വിട്ടുകൊടുക്കണമെന്ന് കരുതുന്നവരല്ല മലയാളികൾ. അതിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മനസ്സുള്ള മലയാളികളുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് പോലും, ആ മനസാക്ഷിയുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ, മനസാക്ഷിയില്ലാതെ ഒരു കുടുംബത്തെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നതാണ് ഇന്നത്തെ ശ്രീ VD സതീശൻ്റെ ഏത് NM വിജയൻ എന്ന ചോദ്യം. അതുപോലെ തന്നെ ശ്രീ സണ്ണി ജോസഫ് എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു എന്ന ചോദ്യം. പരിഹാരത്തിനിപ്പുറവും അവർ മരണത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ചോദ്യം അതാണ്. അച്ഛന് അസുഖമായിരിക്കുന്നു, അമ്മ ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നു, അച്ഛൻ്റെ സഹോദരനും അതുപോലെ തന്നെ വലിയച്ഛനും മരണപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ ഈ പിഞ്ചു കുഞ്ഞ് എന്ത് ചെയ്യണം എന്ന ഒരു ആശങ്ക. അതിൽ മനസാക്ഷിയില്ലേ കോൺഗ്രസ്സിന്? അതിൽ മനസാക്ഷി ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റജിക്കില്ലേ? നമ്മളൊന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ ആകെ ഇല്ലാതെ, കോൺഗ്രസ്സുകാരാകെ മോശം എന്ന് പറയാനാണ് അല്ല, അങ്ങനെയല്ല. കോൺഗ്രസിൽ നല്ല സുഹൃത്തുക്കൾ, നല്ല മനുഷ്യർ, പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ്സായി പ്രവർത്തിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത് ആ നല്ല മനുഷ്യർക്ക് ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കോൺഗ്രസ്. അവരെ നയിക്കുന്നത് മറ്റൊരു കൂട്ടർ, ഗൂഢചിന്തയുള്ളവർ, നിഗൂഢമായി ചിന്തിക്കുന്നവർ, ഒരു മനസാക്ഷിയും കാണിക്കാത്തവർ, മരണത്തെ പോലും തങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടരാണിതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പ്രശ്നമുണ്ട്. അവിടെ നിങ്ങളുടെ ചരിത്രത്തിനൊന്നും യാതൊരു പ്രശസ്തിയുമില്ല.
ഇവിടെ കോൺഗ്രസിൻ്റെ അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേതാക്കന്മാർക്ക് സംരക്ഷണം കിട്ടാത്ത ഈ പാർട്ടിയിൽ എങ്ങനെ നിൽക്കും എന്ന ഉണ്ടാവുകയാണ്. ഇതൊരു പ്രാദേശിക ചിന്തയല്ല, ഇത് കോൺഗ്രസ് ഉള്ളിടത്തെല്ലാം ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു ചിന്തയായി മാറുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് തടയാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾ തടയുക, അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശരി റജി, താങ്കളോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഈ ഇത്തരം വിഷയത്തിൽ, അതായത് ഇതൊന്നും മറക്കരുത്. കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് ആ കുടുംബത്തെ. ആ ചോദ്യം, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? കോൺഗ്രസ് കൈയൊഴിയുകയാണ്, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടോ കോൺഗ്രസിന്? റജി, അത് കേട്ടാലും മതി. ഏതായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. ശ്രീ റജി ലൂക്കോസ്, ഒരുപക്ഷെ വളരെ ചുരുക്കി തന്നെ താങ്കൾക്ക് ഈ വിഷയത്തിൽ നമുക്ക് ഈ ചർച്ച, താങ്കളുടെ ചില നിരീക്ഷണങ്ങളോടുകൂടി ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നേരത്തെ ഈ റജി ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു പ്രാദേശിക വിഷയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യമിട്ടുള്ള ചില തന്ത്രങ്ങളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ റജി, കോൺഗ്രസ് പ്രതിനിധി, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിനും അപ്പുറം സജേഷ് ചൂണ്ടിക്കാട്ടെ, ഈ ചർച്ചയിൽ ഉടനീളം എനിക്ക് തോന്നുന്നു സജേഷ് പല ഘട്ടങ്ങളിലും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു മനസാക്ഷിയുടെ പ്രശ്നം. കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയത്തിനും എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും അപ്പുറമായി ഒരു മനസ്സുണ്ട്. കേരളീയൻ എന്നുള്ള ഒരു പൊതു മനസ്സ്, ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹ മനസ്സ് ഈ എൻ.എം. വിജയൻ്റെ കുടുംബത്തിനോടൊപ്പമാണ്. അതില്ലാത്ത ഒരു കൂട്ടരായി, ഒരുപക്ഷെ ആ മനസാക്ഷി ഇല്ലാത്ത ഒരു കൂട്ടരായി കോൺഗ്രസ് മാറുമ്പോൾ ഇനി ഈ പ്രസ്ഥാനത്തോടൊപ്പം റജി ഉൾപ്പെടെയുള്ളവർ നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം പ്രസക്തം തന്നെയല്ലേ ശ്രീ റജി? 100% കേരളം എന്ന് ചോദിക്കുന്നൊരു വലിയ ചോദ്യമാണ്. ഒരു കോൺഗ്രസ്സുകാരനായിട്ട് എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കും? സണ്ണി ജോസഫ് എന്ന് പറയുന്ന മാന്യനായെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ മനുഷ്യൻ ഇന്ന് നാളത്തെ പത്രസമ്മേളനം, കേരളത്തിൽ പൊതുവെ ഒരു ശാന്ത സൗമ്യനായ മനുഷ്യൻ നമ്മൾ കരുതിയ ആ സണ്ണി ജോസഫ് ഒരു കെ സുധാകരനല്ലെന്ന് നമ്മൾ വിചാരിച്ചത്. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ 3 വാക്കുകൾ ഇന്ന് കേരളത്തിലെ മനസാക്ഷിയുള്ള കോൺഗ്രസ് കുടുംബങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നു. സണ്ണി ജോസഫ് സാറിന് എങ്ങനെ ഈ രീതി പ്രതികരിക്കാൻ പറ്റുന്നില്ല? സിദ്ദിഖ് അങ്ങനെ പ്രതികരിക്കുന്നതിന് എനിക്ക് വലിയ അർത്ഥമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. കാരണം സിദ്ദിഖിൻ്റെ വാചോടമായിട്ടുള്ള ഇത്തരം വികലമായ വാക്കുകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള ശിക്ഷ ഇനി അടുത്ത തവണത്തെ ഇലക്ഷൻ കൊടുക്കുന്നുള്ള ഗ്യാരണ്ടി ഒരു സംശയമില്ല കാര്യത്തിൽ. ഒറ്റ കാര്യം എനിക്ക് ഇദ്ദേഹത്തിന്, ഈ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്, സുഹൃത്തെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സജേഷ് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള DYFI എന്നൊരു പ്രസ്ഥാനമുണ്ട്. കോവിഡ് കാലത്ത് 12.5 കോടി രൂപ ആക്രി പിറക്കി സർക്കാരിന് കൊടുത്തു. ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരും അല്ലാത്തവരുമായ സർക്കാർ ആശുപത്രികളിലെ പാവപ്പെട്ട രോഗികൾക്കും കാത്തിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കുന്നു എല്ലാ ദിവസവും. അതിനെ ആക്ഷേപിച്ച ആളാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത്. മൂന്നാമത് നിങ്ങൾ പറഞ്ഞ പോലെയല്ല, 20 വീട് വെക്കും എന്നും പറഞ്ഞു നൽകാൻ വാഗ്ദാനം നൽകിയ DYFI 100 വീടിന്റെ പണം കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പിരിച്ച് വയർപ്പിന്റെ പോലും പൈസ. ശരി, സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്. ഒരുപക്ഷെ താങ്കൾ ഈ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളൊക്കെ തന്നെ കേരള സമൂഹം കണ്ടതാണ്. 20 കോടി രൂപ പിരിച്ച് DYFI കൊടുത്തതാണ്. അവിടെ ആ ദുരിതാശ്വാസ മേഖലയിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം എങ്ങനെ പെരുമാറി എന്നുള്ളത് കേരളം കണ്ടതാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന, IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും സംരക്ഷിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴും പൊതുജന മധ്യത്തിൽ അങ്ങനെ തന്നെ നാണം കെട്ടി നിൽക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ റജി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിലടക്കം അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ആ പാർട്ടിയെ ജനം കൂടുതൽ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. മനസാക്ഷി ഇല്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിലായി വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത SK സജീഷ്, B റജി ലൂക്കോസ്. ഇനി ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർത്തിയാവുക.